ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളൊരു അടിപൊളി ബീഫ് ഫ്രൈ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഇതാ ഒരു പാൻ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മളതിലേക്ക് തേങ്ങാക്കൊത്തുകൾ ഇട്ട് കൊടുക്കുകയാണ്. അതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. റോസ്റ്റായിട്ട് വരുന്ന ടൈമിൽ നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി ഒരു ചെറുത് കളർ ചേഞ്ച് വരുന്ന ടൈമിൽ നമുക്കതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചത് ഇട്ട് കൊടുക്കാം. അതേപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് പച്ചമുളക്, കറിവേപ്പില ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ട് സവോള, അതേപോലെ തക്കാളി ഓരോന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ബീഫ് ഓൾറെഡി ആദ്യം വേവിച്ച് വെച്ചിട്ടുണ്ട്. കുക്കറിൽ വേവിച്ച് വെച്ചതാണ്. എന്നിട്ട് ലാസ്റ്റ് നമ്മൾ ഫ്രൈ ആക്കി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാം. അടിപൊളി ടേസ്റ്റുള്ള ഫ്രൈ ആട്ടോ. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ബീഫ് ഓൾറെഡി വേവിച്ച് കഴിക്കുമ്പോൾ അതിലേക്ക് ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതിന് കുറച്ച് ഉള്ളി ഒന്ന് വാടാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ബീഫ് ഒരു 3-4 വിസിലടിച്ചതിന് ശേഷം, ചിലർക്ക് 6 വേണ്ടി വരും കേട്ടോ. അപ്പോൾ അത് നോക്കി വേവിൻ്റെ അനുസരിച്ച് വിസിലടിച്ചതിന് ശേഷം നമ്മൾ മാറ്റി വെക്കണം. പിന്നെ ഫ്രൈ ഉണ്ടാക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് തക്കാളിയാണ്. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതേപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമുക്ക് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് മുളക് പൊടി, അതേപോലെ ബിരിയാണി മസാലയോ അല്ലെങ്കിൽ ബീഫ് മസാലയോ ചിക്കൻ മസാലയോ എന്തെങ്കിലും ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇറച്ചി മസാല ഉണ്ടെങ്കിൽ കൂടുതൽ നല്ലതാണ്. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കാം. അത് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. സാധാരണ നമ്മളെ മഞ്ഞൾപ്പൊടി, മുളക് പൊടിയൊക്കെ ഇട്ടാലും മതി. കുറച്ചും കൂടെ ഒരു ടേസ്റ്റിന് വേണ്ടി നമ്മൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർക്കുമ്പോൾ നോക്കുക, നമ്മൾ ഓൾറെഡി കുക്കറിൽ വേവിക്കുമ്പോൾ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ചതിൽ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കാം. കുറച്ച് ഗരം മസാല, പിന്നെ നമുക്ക് എരിവിന് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ബീഫ് ഫ്രൈ ഒക്കെ കഴിക്കുമ്പോൾ നല്ലൊരു എരിവ് മുന്നിട്ട് നിൽക്കണ്ടേ, സ്പൈസി അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. പച്ചമുളകും അതേപോലെ മുളക് പൊടിയൊക്കെ ഉണ്ട്. അപ്പോൾ ആവശ്യത്തിന് നോക്കിയിട്ട് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇതേപോലെ ഇളക്കി കൊടുക്കാം. ഇത്രയുള്ള നമ്മൾ ബീഫ് ഫ്രൈ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ ഈ മസാല ഒന്ന് റെഡിയായി വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്താൽ നമ്മൾ കുരുമുളക് ചതച്ചെടുത്ത് വന്നതാണ്. അതും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ വേവിച്ച് വെച്ച ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ആ കുക്കറിലുള്ള ബീഫും അതേപോലെ ഈ ഒരു വെള്ളവും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആ വെള്ളത്തിൽ കിടന്നിട്ട് ഒന്ന് ഫ്രൈ ഒന്ന് സെറ്റായി വരട്ടെ. ഈ ബീഫ് വേവിച്ച വെള്ളത്തിൽ തന്നെ ആയിരിക്കണം നമ്മൾ ആ ഒരു ഫ്രൈ പോലെ ആക്കി എടുക്കുന്നത്. വേറെ എക്സ്ട്രാ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിൽ കിടന്നൊന്ന് കുറുകി വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. എനിക്കിഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ഇതേപോലെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം ഒന്ന്